നമസ്കാരം. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. എനിക്ക് ആ ബ്രഹ്മപുരവും വിളപ്പിൽശാലയും നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ അഥവാ പഠിച്ച പാഠങ്ങളിൽ നിന്നുള്ള ആ ഒരു എപ്പിസോഡിൽ നിന്ന് ഒരുപാട് റിവ്യൂസ് കിട്ടി. മാത്രമല്ല ഒരുപാട് പേര് എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പലരും പറഞ്ഞത് ഇതൊക്കെ ഞങ്ങൾക്ക് പലതും അറിയാവുന്ന കാര്യങ്ങളാണ്. വാട്ട് ഈസ് എ വേ ഔട്ട്, എന്താണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്, അത് ഒന്ന് വിവരിക്കുവാനായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പഠനങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഏകീകൃത മാലിന്യ സംസ്കരണം മാത്രമാണ് ശാശ്വതമായ പരിഹാരം. നമ്മളിപ്പോൾ ഒരുപാട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് SDG എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സസ്റ്റൈനബിൾ ഒരു പ്രക്രിയ തീർച്ചയായിട്ടും സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് തന്നെയാണ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്രഹ്മപുരം, തിരുവനന്തപുരത്ത് ആക്ച്വലി ബ്രഹ്മപുരം വരുന്നതിൻ്റെ കൂടെ തന്നെ പെരിങ്ങമല സെലക്ട് ചെയ്തായിരുന്നു. കൊല്ലത്ത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ കോഴിക്കോട് പ്ലാൻ ഉണ്ടായിരുന്നു, തൃശ്ശൂരുണ്ടായിരുന്നു. എവിടെയൊക്കെ നടന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും തിരുവനന്തപുരത്ത് നടന്നില്ല. പെരിങ്ങമലയിൽ അത് വലിയൊരു ഒബ്ജക്ഷനായി. അപ്പം അതിന് മുമ്പ് തന്നെ അന്നത്തെ ചീഫ് സെക്രട്ടറി ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാനൊരു പേപ്പർ പ്രിപ്പയർ ചെയ്തായിരുന്നു. ഇൻഫാക്റ്റ് വളരെ നേരത്തെ ഞാനിത് പ്രിപ്പയർ ചെയ്തതാണ്. ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, ഈ നമ്മളെവിടെയാണോ, അപ്പോൾ ഈ ഒബ്ജക്ഷൻ വരുന്നത് എന്താണ്, ഇതവിടെ മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ ഇടിയും എന്നുള്ളതാണ്. അവിടുത്തെ ചുറ്റുപാടുമുള്ള സ്ഥലത്തിൻ്റെ വില കുറയും. രണ്ടാമത് ഇവർക്കൊക്കെ ഒരു ഭയമാണ്, ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ നാറ്റമായിരിക്കും, അവിടെ മുഴുവൻ രോഗം വരും, പരിസര മുഴുവൻ മലിനീകരണം വരും എന്നുള്ളതൊക്കെ പേടിയാണ്. അത് രണ്ട് ജെനുവിൻ ഇഷ്യൂസാണ്. മൂന്നാമത്തേത്, ഇതുകൊണ്ട് എന്തെങ്കിലും തടസ്സമുണ്ടാക്കി അത് വരാതിരിക്കുക, അതിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ള ഒരു കൂട്ടം ആൾക്കാരവിടെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെല്ലാത്തിനും ഒരു പ്രതിവിധിയായിട്ട് ഞാനൊരു പ്രോസസ്സ് സജസ്റ്റ് ചെയ്തു. അതായത് എവിടാണോ ഏകീകൃത മലിനീകരണത്തിന് സെലക്ട് ചെയ്യുന്ന സൈറ്റ്, ആ സൈറ്റും അതിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു 2-2.5 കിലോമീറ്റർ റേഡിയസിലുള്ള സ്ഥലത്തിന് ഒരു സ്പെഷ്യൽ സ്റ്റേറ്റസ് അനുവദിക്കുക. ആ സ്ഥലത്ത് ഒന്നുകിൽ ടാക്സ്, നമ്മുടെ കൈവശമുള്ള നിയമത്തെ ഉപയോഗിച്ച് കോർപ്പറേഷൻ അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോക്കൽ ബോഡി അത് ഉപയോഗിച്ച് അവിടെ ടാക്സ് കുറച്ച് കൊടുക്കുക. ഒരു 10 വർഷത്തേക്ക് അല്ലെ 5 വർഷത്തേക്ക് ടാക്സ് കുറച്ച് കൊടുക്കുക. ബിൽഡിംഗ് ടാക്സും പ്രോപ്പർട്ടി ടാക്സും അങ്ങനെയുള്ളതൊക്കെ. അവിടത്തേക്ക് വളരെ മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പാക്കുക. 2. മൂന്നാമത്തേത് സജസ്റ്റ് ചെയ്തത്, റോഡ് ഡെവലപ്മെൻറ്റ്, കണക്ടിവിറ്റി ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ആ ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഡിസ്ട്രിക്റ്റിൽ എവിടെങ്കിലും റോഡ് എന്നുള്ള ഒരു പദ്ധതി വരുമ്പോൾ അതിൻ്റെ 10% ഇല്ലെങ്കിൽ 20% അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇൻഫാക്ട് റോഡ് മാത്രം കാണുന്നില്ല, എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വന്നാലും ആ ഏരിയയ്ക്ക് അതിനൊരു ഇത്ര ശതമാനം 10% അവിടത്തേക്ക് മാത്രം മാറ്റിവെക്കും എന്നുള്ളൊരു തീരുമാനമെടുക്കുക. അടുത്തതായി ഞാൻ പറഞ്ഞത്, എംപ്ലോയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രേഡിന് താഴെ അല്ലെങ്കിൽ ഗ്രേഡിന് മുകളിൽ അത് സർക്കാരിന് തീരുമാനിക്കാം കൊടുക്കുമ്പോൾ അവിടെ ആ പ്രദേശത്ത് നിന്ന് വരുന്നവർക്ക് ഒരു റിസർവേഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രിഫറൻസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ജനതയ്ക്ക് ഇത് വരുന്നത് കോമ്പൻസേഷനായി മാറും. പ്രത്യേകിച്ച് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നതോടുകൂടി അവിടെ ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഇവർക്ക് എല്ലാവരും എതിർപ്പ് വരുന്നത്. ഇങ്ങനെയുള്ള പ്രിഫറൻസസ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ വേറെ വ്യവസായങ്ങളും ഒക്കെ അവിടെ വരാൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അവിടെ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു പ്രദേശവും ഒരു പ്രദേശവാസികളും ഒരു ഇങ്ങനെയുള്ള ഇൻസെൻറ്റീവ്സ് ഉണ്ടെങ്കിൽ ഒരു മാലിന്യ പ്ലാന്റ് വരുന്നതിനോട് തീർച്ചയായിട്ടും എതിർപ്പ് വരില്ല. കാരണം ഒരു സെൻട്രലൈസ്ഡ് മാലിന്യ പ്ലാന്റ് വന്നു എന്ന് വെച്ച് ഇവരുടെ ഈ ഒരു ടെക്നിക്കൽ ഡൗട്ട്സ്
അവിടുത്തെ ഈ മാലിന്യം വെളിയിൽ വരും, ലീച്ചേറ്റ് വെളിയിൽ വരും, നമുക്ക് ചൊറിച്ചിൽ വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ടെക്നിക്കലി സോൾവബിളാണ്. അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെയുള്ള സൊല്യൂഷൻസുള്ള ടെക്നോളജി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു സജഷൻ കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ 1 പേജ് റൈറ്റപ്പായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആസ് യൂഷ്വൽ അത് ഇറ്റ് ഹസ് നോട്ട് സീൻ ദ ലൈറ്റ് ഓഫ് ദി ഡേ. നിങ്ങളും ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൗൺസിലേഴ്സ് പോലുള്ളവർക്കൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്ത് അവരുടെ ഇടയിലൊരു തീരുമാനമായി ഈ ഡിസ്ട്രിബ്യൂട്ടഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു പ്രക്രിയ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ തന്നെ മന്ത്രി കഴിഞ്ഞ ദിവസം ചാനൽ ഒരു ഇതിൽ വന്നിട്ട് പറയുകയുണ്ടായി, ഇനിയും 100 പേര് കൂടുന്ന ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകം കോർപ്പറേഷനിലില്ലെങ്കിൽ പഞ്ചായത്തിലെ മുനിസിപ്പൽ കൗൺസിലിൽ പോയി ഫീസ് അടച്ചിട്ട് വേണം അത് നടത്താൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോന്നിനും ഈ പൈസ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി. ഇതൊന്നും ശരിക്കും നമ്മൾ എൻകറേജ് ചെയ്യരുത്. വി മസ്റ്റ് ഗോ ബാക്ക് ടു സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. താങ്ക് യു.